എടാ, നിങ്ങൾ നിരാശൻ്റെ പടുക്കുയിലെത്തിയിട്ട് അല്ലെങ്കിൽ എല്ലാം പൊട്ടിപ്പാളീസായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ തളരുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ ഓരോ ചെറിയ കാര്യത്തിൽ നിന്നോ ടെൻഷനാകുന്നുണ്ടല്ലേ? ബേജാറാകുന്നുണ്ടല്ലേ? പടച്ചോ നമ്മളോട് കുറേ പറഞ്ഞു തരും, ഇന്ന മാലുസ്രി യുസ്രാന്നാണ്. തീർച്ചയായും നിങ്ങൾക്കൊരു ഹാർഡ്ഷിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സമയവും ഞാൻ കണക്കാക്കിയിട്ടുണ്ടെന്നാണ്. കാരണം ഖുർആനിൽ പറയുന്നത് ഇന്നമാൽ സിരുസ്രാന്നാണ്. ഇന്നമാൽ തീർച്ചയായും തീർച്ചയായും നിങ്ങൾക്കൊരു പ്രയാസം, നിങ്ങൾക്കൊരു ഹാർഡ്ഷിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു നല്ലതും വരാനുണ്ട്, ഒരു നല്ല സമയവും വരാനുണ്ട് നാം. എന്തായാലും ഒരു നല്ല സമയം വരും. എല്ലാ പ്രയാസത്തിനും അപ്പുറം ഒരു നല്ല സമയം വരുന്നു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറം നമുക്ക് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് വേറെന്ത് വേണ്ടത്? നിരാശയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാം തളർന്നിട്ടിരിക്കുമ്പോൾ, മൊത്തത്തിൽ കൈവിട്ട് പോയിട്ടിരിക്കുമ്പോൾ പടച്ചോൻ പറഞ്ഞ ഈ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. അതിനപ്പുറം വേറെ ഒന്നും വേണ്ട നമുക്ക്. ഇൻഷാ അല്ലാഹ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കയറ്റത്തിനും ശേഷം ഒരു ഇറക്കമുണ്ടാവും, അല്ലെങ്കിൽ എല്ലാ തളർച്ചയ്ക്കും ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ എല്ലാം പടച്ചോൻ്റെ പരീക്ഷണമെന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷമിച്ചിട്ട് പടച്ചോനോട് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് പടച്ചോൻ തരൂടാ.